ഉലൂകന്റെ പ്രതിസന്ദേശം കേട്ടുകൊണ്ട് ദുര്യോധനൻ അതിവേഗം തന്നെ പടകൊട്ടുവാൻ ഉത്തരവിട്ടു. ഉടനെ തന്നെ കർണൻ ഏവരും നേരം പുലരുന്നതിന് മുൻപായി പടകൂട്ടണമെന്ന ദുര്യോധന രാജാവിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ ഉത്തരവ് ഉണ്ടായി. ദൂതന്മാർ തേരിൽ കയറി ചുറ്റി. ചിലർ ഒട്ടകത്തേരിലും മറ്റു ചിലർ കുതിരപ്പുറത്തും കയറി കൂടാരങ്ങളിലേക്ക് ഉദിക്കും മുൻപ് പടകൂട്ടുവാനുള്ള കൽപ്പന അറിയിച്ചുകൊണ്ട് വേഗം പാഞ്ഞു. ഉലൂകൻ വന്ന് പറഞ്ഞത് കേട്ട് യുധിഷ്ഠിര രാജാവ് ദൃഷ്ടദ്യുമ്നനെ നേതാവാക്കി പടകൂട്ടി. കാലാൾ, തേര്, ആന, കുതിര ഇവയെല്ലാം കൂട്ടിക്കലർന്ന് 4 അംഗങ്ങൾ ചേർന്ന് ഉഗ്രവും ഭൂമി പോലെ ഇളകാത്തതും ഭീമൻ കാക്കുന്നതും അർജുനാധ്യരായ വീരന്മാർ ചേർന്നതുമായ സൈന്യപ്പരപ്പ് ദൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിൽ നിശ്ചലമായ കടൽ പോലെ ശോഭിച്ചു. ആ സൈന്യത്തിന്റെ മുൻഭാഗത്തായി പാഞ്ചാല്യനാകുന്ന ദൃഷ്ടദ്യുമ്നൻ, അതായത് പാണ്ഡവരുടെ പടത്തലവൻ, ആ യുദ്ധദുർമതനായ ദ്രോണകാംക്ഷി, അതായത് ദ്രോണരെ വധിക്കുവാനായി ജനിച്ചവൻ, പെരുമ്പട നടത്തി. ബലവാനായ വീരന്മാരായ തേരാളിമാരെ അദ്ദേഹം നിയമിച്ചു. സൂതപുത്രന് അർജുനനെ, ദുര്യോധനന് ഭീമനെ, ശല്യർക്ക് ചൈതന്യനെ, കൃപന് ഉത്തമൗജസിനെ, അശ്വത്ഥാമാവിന് നകുലനെ, കൃതവർമ്മന് ശൈബ്യനെ, സിന്ധുരാജാവിന് സാത്വകിയെ, ഭീഷ്മന് ശിഖണ്ഡിയെ, ഇങ്ങനെ ഓരോരുത്തരെയുമായി സേനാമുഖത്ത് നിന്ന് കൽപ്പിച്ചു. ശകുനിക്ക് മാതൃപുത്രൻ, ശലന് ചേകീദാനൻ, തൃകർത്തന്മാർക്ക് പാഞ്ചാലിപുത്രന്മാർ, ഇങ്ങനെയുള്ള ഓരോരുത്തരെയുമായി നിശ്ചയിച്ചുകൊണ്ട് കൗരവരും പുറപ്പെട്ടു. വൃഷസേനന് അഭിമന്യുവിനെ, മറ്റു മന്നവന്മാർക്കും ആ വീരനെ തന്നെയെന്ന് നിയമിച്ചു. അർജുനനേക്കാൾ പോരിൽ അവൻ പൊരുതുമെന്നവർ വിചാരിച്ചു. പോരാളിമാരെ ഒരുമിച്ച് തിരിച്ച് വിഭജിച്ചു. അതിനുശേഷം ജ്വാലാവർണ്ണനായ വില്ലാളി വീരൻ ദൃഷ്ടദ്യുമ്നൻ ദ്രോണനെ അംശമായി വിചാരിച്ചു വെച്ചു. ദ്രോണവധമാകുന്നുവല്ലോ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. ഇങ്ങനെ മഹേശ്വാസനും സേനാപതിയും സർവശക്തനുമായ ദൃഷ്ടദ്യുമ്നൻ അണികൾ ഉറപ്പിച്ചു യുദ്ധത്തിനായി. പാണ്ഡവരുടെ ഉദ്വേഗമനുസരിച്ചുകൊണ്ട് വിജയപ്രാർത്ഥനയോടുകൂടി അവർ പടകൂട്ടി.